മുസ്ലിം ലീഗ് യോഗത്തിൽ അധിക സീറ്റ് വേണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി പക്ഷം നിലപാടെടുത്തു. പാർട്ടി കൂടുതൽ സീറ്റ് ചോദിക്കരുതെന്ന് KM ഷാജിയും N ഷംസുദ്ദീനും ആവശ്യപ്പെട്ടു. കോൺഗ്രസിന് കൂടുതൽ സീറ്റ് നൽകേണ്ട സമയമാണിതെന്നാണ് ഷാജി യോഗത്തിൽ പറഞ്ഞത്. എന്നാൽ കോൺഗ്രസുകാരേക്കാൾ രാഹുലിന് വിശ്വസിക്കാവുന്നവർ ലീഗുകാരാണെന്നായിരുന്നു KN ഖാദറിന്റെ മറുപടി. അധിക സീറ്റ് ചോദിക്കണമെന്ന നിലപാടാണ് ഭൂരിപക്ഷ MLA മാരും സ്വീകരിച്ചത്. അധിക സീറ്റ് ചർച്ച ചെയ്യാൻ പ്രവർത്തക സമിതി വിളിക്കാത്തതിൽ മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തിയുമുണ്ട്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് വേണമെന്ന ആവശ്യം ലീഗിനുണ്ടെന്ന ആവശ്യം ആവർത്തിച്ച് ജനറൽ സെക്രട്ടറി KPA മജീദ്. 18-ന് നടക്കുന്ന UDF ഉഭയകക്ഷി ചർച്ചയിൽ ഇക്കാര്യം ഉന്നയിക്കും. വലിയ തർക്കങ്ങളില്ലാതെ UDF-ൽ ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാകുമെന്നും ലീഗ് നേതൃയോഗത്തിന് ശേഷം KPA മജീദ് പറഞ്ഞു. പിന്നെ ഓരോ പാർട്ടികളും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കും. സ്വാഭാവികമായി ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾ ഉന്നയിക്കും. സീറ്റ് തമ്മിൽ മാറുന്ന കാര്യങ്ങളെ പറ്റി പറയും. പുതിയ സീറ്റ് വേണമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഉഭയകക്ഷി ചർച്ചയിൽ 3ാമത്തെ സീറ്റ് ആവശ്യം. ഉഭയകക്ഷി ചർച്ചയിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. എല്ലാ കാര്യങ്ങളും ഇതിനു വേണ്ടിയാണ് ഉഭയകക്ഷി വിളിക്കുന്നത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു നല്ല തീരുമാനത്തിലേക്ക് UDF എത്തും. ഇതിലൊരു പരസ്പരം ഒരു വഴക്കിൻ്റെയോ ഒരു പ്രശ്നങ്ങളോ UDF-ൻ്റെ അകത്തുണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അഹമ്മദ് മുജിതബ ചേരുന്നുണ്ട്. മുജിതബ, ഈ 3ാം സീറ്റിന്റെ കാര്യത്തിൽ ലീഗിൽ തന്നെ ചില ആശയക്കുഴപ്പങ്ങളുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമാകുന്നില്ല. കാരണം കുഞ്ഞാലിക്കുട്ടി പക്ഷം അധിക സീറ്റ് വേണ്ട എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്നാണ് വിവരങ്ങൾ വരുന്നത്. എന്നാൽ കുറച്ചു മുൻപ് KPA മജീദ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ സീറ്റിന്റെ കാര്യത്തിൽ UDF യോഗത്തിൽ ചർച്ച ഉണ്ടാകുമെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പം എന്താണ് ഇതിൽ നിന്ന് വ്യക്തമാക്കേണ്ടത്? സീറ്റിന്റെ 3ാം സീറ്റിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിൽ ലീഗ് എത്തിയിട്ടില്ലേ? നൈനു, 3ാം സീറ്റുമായി ബന്ധപ്പെട്ട ലീഗിനകത്ത് വലിയ ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതായത് സാധാരണഗതിയിൽ ഈ രാഷ്ട്രീയകാര്യ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലീഗ് ചേരുന്നത് അതിൻ്റെ പ്രവർത്തക സമിതിയാണ്. പക്ഷേ ഇന്നുണ്ടായത് ചരിത്രത്തിലാദ്യമായി ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരത്തിൽ ഒരു യോഗം ചേരുന്നത് സാധാരണഗതിയിലുള്ളതിന് വിപരീതമായിക്കൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു യോഗം ചേരുന്നത്. അതായത് പാർലമെന്ററി പാർട്ടി നേതാക്കൾ, അതായത് MLA-മാരും MP-മാരും ഉൾപ്പെടെയുള്ള ആളുകളെ മാത്രമാണ് ഇന്ന് ഈ യോഗത്തിലേക്ക് വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ പ്രവർത്തക സമിതിയിലുള്ള ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ സാധാരണ ഈ ലീഗിൻ്റെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യത്തിൽ നിന്ന് വിരുദ്ധമായാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം ലീഗിൻ്റെ സമുന്നതരായ ചില നേതാക്കളുടെ ഇടപെടൽ മൂലം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു പരാതി കൂടി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് നൽകാനൊരുങ്ങുകയാണ് ഒരു വിഭാഗം പ്രവർത്തക സമിതിയിലെ നേതാക്കൾ. അതായത് ഈ അധിക സീറ്റ് ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില നേതാക്കൾ, കുഞ്ഞാലിക്കുട്ടി പക്ഷത്തിലുള്ള ചില നേതാക്കൾക്ക് ആ തരത്തിൽ ഉന്നയിക്കേണ്ട എന്നുള്ള ഒരു നിലപാടുണ്ട്. യോഗത്തിൽ ഭൂരിപക്ഷം MLA-മാരും ഇത്തരത്തിൽ ഈ അധിക സീറ്റ് ഉന്നയിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. പക്ഷേ കുഞ്ഞാലിക്കുട്ടി പക്ഷത്ത് നിന്ന് KM ഷാജിയും അതോടൊപ്പം തന്നെ ഷംസുദ്ദീനും രണ്ടുപേരും ഇത്തരത്തിൽ അധിക സീറ്റ് ഉന്നയിക്കേണ്ട ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് എന്നുള്ള തരത്തിൽ നിലപാടെടുത്തു. KM ഷാജി ഉൾപ്പെടെ ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ളവർ ഈ പ്രസ്താവനയിൽ പറഞ്ഞത്, യോഗത്തിൽ സംബന്ധിച്ച് പറഞ്ഞത്, ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി കോൺഗ്രസിനെ ക്ഷണിക്കണമെങ്കിൽ കോൺഗ്രസിന് തീർച്ചയായും ഭൂരിപക്ഷം വേണം. അതുകൊണ്ട് ലീഗിൻ്റെ ഒരു അധിക സീറ്റ് അതിനൊരു തടസ്സമാകുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ആ ഒരു തരത്തിൽ സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു മുന്നോക്കം ലഭിക്കണമെങ്കിൽ ഇത്തരത്തിൽ ലീഗ് 3ാം സീറ്റ് ആവശ്യപ്പെടരുത് എന്നുള്ള തരത്തിലായിരുന്നു KM ഷാജിയും ഷംസുദ്ദീനും തങ്ങളുടെ വാദങ്ങൾ നിരത്തിയത്. പക്ഷേ ഈ വാദത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് പിന്നീട് KN ഖാദർ നിൽക്കുകയും KN ഖാദർ പറഞ്ഞത് ലീഗ് MLA-മാരെയാണ് ലീഗ് MP-മാരെയാണ് രാഹുൽ ഗാന്ധിക്ക് വിശ്വസനീയമായവർ. കോൺഗ്രസിലെ പല MP-മാരെക്കാൾ കൂടുതൽ വിശ്വസിക്കാവുന്നവർ ലീഗിലെ MP-മാരാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ആ സീറ്റ് ഉന്നയിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിക്കപ്പെട്ടത് KN ഖാദറിൻ്റെ പക്ഷത്തു നിന്ന്. അതായത് കുഞ്ഞാലിക്കുട്ടി പക്ഷത്തെ പ്രമുഖരായ KM ഷാജിയും അതോടൊപ്പം തന്നെ ഷംസുദ്ദീനും രണ്ടുപേരുടെയും നിലപാടുകളെ തള്ളിക്കൊണ്ട് KN ഖാദറും ഈ യോഗത്തിൽ സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നീട് ഇത്തരത്തിൽ ഒരു ആശയക്കുഴപ്പം, അതായത് ഭൂരിഭാഗം പേരും അധിക സീറ്റ് വേണമെന്നും എന്നാൽ കുഞ്ഞാലിക്കുട്ടി പക്ഷത്തെ ഈ രണ്ടുപേരും ഇത്തരത്തിൽ അധിക സീറ്റ് ഉന്നയിക്കേണ്ട, അതിൽ ആവശ്യപ്പെടേണ്ട UDF-ൽ ആ അധിക സീറ്റുമായി ബന്ധപ്പെട്ട് 3ാം സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരാവശ്യം ഉന്നയിക്കേണ്ട എന്നൊരു നിലപാട് കൂടി എടുത്തതോടുകൂടി പിന്നീട് ഒറ്റക്കൊറ്റയ്ക്ക് ഓരോ MLA-മാരും MP-മാരും ഹൈദരലി ശിഹാബ് തങ്ങളുമായി സംസ്ഥാന അധ്യക്ഷനുമായി രഹസ്യമായി സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. എന്തായാലും ലീഗിൻ്റെ ചരിത്രത്തിൽ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ ലീഗിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഇത്തരത്തിൽ സീറ്റ് വിഭജനം അല്ലെങ്കിൽ ഇത്തരത്തിൽ അധിക സീറ്റ് ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച യോഗം ചേരേണ്ട പ്രവർത്തക സമിതി യോഗമാണ്. ആ പ്രവർത്തക സമിതി യോഗം
വിളിച്ചു ചേർക്കുന്നതിന് പകരം കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിൽ MLA-മാരെയും MP-മാരെയും അതോടൊപ്പം തന്നെ ഉന്നതാധികാര സമിതി അംഗങ്ങളെയും യോഗത്തിലേക്ക് ക്ഷണിച്ചത്. അത് സ്വാഭാവികമായും ചില പ്രവർത്തക സമിതി അംഗങ്ങളിൽ അതൃപ്തിക്ക് കാരണമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇന്ന് ഈ യോഗത്തിലും ഒരു ആശയക്കുഴപ്പമുണ്ടായത്. എന്തായാലും ഈ ലീഗിന്റെ അസാധാരണ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചില പ്രവർത്തക സമിതി അംഗങ്ങൾ ഇത്തരത്തിൽ ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് സംസ്ഥാന അധ്യക്ഷന് പരാതി നൽകാനിരിക്കുകയാണ്. നൈനു, മുജിതബ, ഈ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ തുടങ്ങുമ്പോൾ തന്നെ മുന്നോട്ട് വന്നതായിരുന്നു ലീഗിന്റെ 3ാം സീറ്റ് സംബന്ധിച്ച വിവാദങ്ങൾ. എന്നാൽ സീറ്റ് ആവശ്യപ്പെട്ടു എന്ന വാർത്തകളെല്ലാം പുറത്തു വരുമ്പോൾ തന്നെ KP മജീദ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല, അത് സംബന്ധിച്ച് ചർച്ചകൾ വരുന്നതേ ഉള്ളൂ എന്നാണ്. ഇപ്പോൾ ഇന്നൊരു യോഗം നടക്കുന്നു, അതിൽ KP മജീദ് പറയുന്നു 3ാം സീറ്റ് ആവശ്യമാണ്, പൊതുവെ യോഗത്തിൽ ഉയർന്ന ആവശ്യം, അത് UDF ചർച്ചയിൽ വരുമെന്നെല്ലാം പറയുമ്പോൾ ഇപ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടി പക്ഷം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ അത് പാർട്ടിയിൽ ചർച്ചയാവുക? നൈനു, തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടികൾ ഒരുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിൽ ലീഗ് ഒരു അധിക സീറ്റ് വേണമെന്ന് ലീഗിൻ്റെ പല കോണുകളിൽ നിന്നും അതോടൊപ്പം തന്നെ ലീഗിന് അനുഭാവമുള്ള ചില മതസംഘടനകളിൽ നിന്നും, പ്രത്യേകിച്ച് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ഉൾപ്പെടെ അവർ ബാഫക്കി സ്റ്റഡി സെൻറ്ററിൻ്റെ കണക്കുകൾ പ്രകാരം അവർ നടത്തിയ ഒരു ഒരു പഠനത്തിൻ്റെ കണക്കുകൾ പ്രകാരം ഉദ്ധരിച്ചുകൊണ്ട് വളരെ വിശദമായ ഒരു ലേഖനവും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അങ്ങനെ സമസ്തയുടെ ഭാഗത്ത് നിന്നുള്ളൊരു സമ്മർദ്ദം ലീഗിനുണ്ടായി. അതോടൊപ്പം തന്നെ ലീഗിലെ ചില രണ്ടാം നിര നേതാക്കളുടെ ഭാഗത്ത് നിന്നും അധിക സീറ്റ് ലീഗ് നിർബന്ധമായും ചോദിച്ചു വാങ്ങണം, അത്തരത്തിലൊരു ആവശ്യമെങ്കിലും UDF-നകത്ത് ഉന്നയിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിക്കപ്പെട്ടത്. പിന്നീട് യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നും ആ ഒരു തരത്തിൽ ഇത്തരത്തിൽ ലീഗിന്റെ അധിക സീറ്റുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉയർന്നു വന്നു. അങ്ങനെ പല ഘട്ടങ്ങളിലായി ഈ ലീഗിന്റെ യോഗം നടക്കുന്നതിന് മുന്നോടിയായി തന്നെ ഇത്തരത്തിൽ പല കോണുകളിൽ നിന്നും ആവശ്യത്തിൽ ലീഗിൽ തന്നെ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നുണ്ട്. ലീഗ് അധിക സീറ്റ് ആവശ്യപ്പെടുമെന്ന് KP മജീദ് പറയുമ്പോൾ അതിനെ എതിർക്കുന്നൊരു സാഹചര്യം കൂടി കുഞ്ഞാലിക്കുട്ടി പക്ഷം സ്വീകരിച്ചിരിക്കുന്നു. എന്തായാലും വരുന്ന UDF യോഗത്തിന് മുന്നേ തന്നെ ഇതിൽ നിന്നൊരു ധാരണ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അഹമ്മദ് മുച്ചതപ്പയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.